പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് താരമായ കിലിയൻ എംബാപ്പയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത്. റയൽ മാഡ്രിഡ് നിലവിൽ മോശം പെർഫോമൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ 3 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ലാ ലീഗയിൽ ബാഴ്സലോണയോടും പരാജയപ്പെട്ടു എന്നാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ മോശം പെർഫോമൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. മുന്നേ ബാഴ്സലോണയുടെ പ്രസിഡൻ്റായ ലാപ്പോർട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, റയൽ മാഡ്രിഡിലേക്ക് എംബാപ്പെ വരുന്നത് റയൽ മാഡ്രിഡിന് ഒരിക്കലും ഗിഫ്റ്റ് അല്ല എന്നാണ് അദ്ദേഹം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കാരണമായി പറഞ്ഞത് റയൽ മാഡ്രിഡിൽ എംബാപ്പെ വന്നു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിൻ്റെ ബാലൻസ് തെറ്റുമെന്നാണ് അന്ന് ലാപ്പോർട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് റയൽ മാഡ്രിഡ് ഓൾറെഡി വിനീഷ്യസ് ഉണ്ട്, പിന്നീട് ആ പൊസിഷനിലേക്ക് തന്നെ എംബാപ്പെ വരുമ്പോൾ രണ്ടുപേരെ ഒന്നിച്ച് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് അന്ന് ലാപ്പോർട്ട പറഞ്ഞതായിട്ട് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അക്ഷരം പ്രതി ശരിയായി എന്നാണ് ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലാരെങ്കിലും ഒരാളെ വിൽക്കേണ്ടി വരുമെന്നാണ് അന്ന് ലാപ്പോർട്ട പറഞ്ഞത്. അതാണിപ്പോൾ റയൽ മാഡ്രിഡിൽ രണ്ടുപേരെ ഒരേ പൊസിഷനിൽ കളിപ്പിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ടീമിൻ്റെ ബാലൻസ് തെറ്റുന്നത്. എംബാപ്പെ വന്നു കഴിഞ്ഞാൽ ബ്രസീലിന് മുമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അന്ന് തന്നെ ലാപ്പോർട്ട പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ഈ സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന കളിയിലെങ്കിലും എംബാപ്പയുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രകടനമാണ് റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്.